ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. ഇനി ഞങ്ങൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ലെറ്റ്സ് സീ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബൈഗൺ അല്ലെങ്കിൽ വഴുതനങ്ങ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിന് ബൈഗൺ എന്ന് പറയും, വഴുതനങ്ങ എന്ന് പറയും, അതുപോലെ ബ്രിഞ്ചൽ എന്ന് പറയും. അങ്ങനെ ഒരുപാട് നെയിംസ് ഇതിന് പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു നീളമുള്ള ബ്രിഞ്ചലെടുത്ത് നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പൊക്കെ പോലെയുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് വെച്ചതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനൊക്കെ ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫിഷൊക്കെ വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസാല തന്നെയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ അത് കുഴച്ച് നമുക്ക് ബ്രിഞ്ചലിലേക്ക് മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് പോലെ ബ്രിഞ്ചലിലിട്ട് തേച്ച് പിടിപ്പിക്കാം. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണിത്. ഫിഷൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ എല്ലാത്തിലും നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ബ്രിഞ്ചിൽ പെട്ടെന്ന് വേവുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. സത്യം പറയാലോ, ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയാണ്. ചിലർക്ക് മീനൊന്നും ഇല്ലാതെ ചോറ് കഴിക്കാനേ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.